DCB മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കാലവർഷം എത്തിയതോടെ വലയും കുടയുമൊക്കെയായി ഊത്തപ്പിടുത്തത്തിനിറങ്ങുന്നവർക്കെതിരെ ശക്തമായ നടപടികളുമായി ഫിഷറീസ് വകുപ്പ് രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഊത്ത പിടിച്ചാൽ നാടൻ മത്സ്യങ്ങളുടെ വംശം തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ശക്തമായ നടപടികൾ എടുക്കുന്നത്. നിയമപരമായും ഇത് തെറ്റാണ്. വല ഉപയോഗിച്ച് പൊതുജലാശയങ്ങളിൽ നിന്ന് മീൻ പിടിക്കണമെങ്കിൽ പോലും ലൈസൻസ് ആവശ്യമാണ്. സ്വന്തം ആവശ്യത്തിന് ഒറ്റച്ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കാൻ മാത്രമാണ് നിയന്ത്രണമില്ലാത്തത്. 20 വാട്ട്സിൽ കൂടുതൽ വെളിച്ചമുള്ള ടോർച്ച് പോലും ഉപയോഗിക്കരുത്. പഞ്ചായത്തിന് മുതൽ കളക്ടർക്ക് വരെ നടപടിയെടുക്കാം. ഊത്തയുടെ വീഡിയോയും മറ്റും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചാലും നടപടിയെടുക്കുമെന്നാണ് ചട്ടം. കേരള അക്വാകൾച്ചർ ആൻഡ് ഇൻലൻഡ് ഫിഷറീസ് ആക്ട് 2021 പ്രകാരം പിഴയും തടവും കിട്ടാവുന്ന കുറ്റമാണിത്. അതിനാൽ ഇത്തരം പ്രവർത്തികളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അറിയിപ്പ്, ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവർക്കുള്ളതാണ്. നിലവിൽ 5 മാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിക്ക് 20-ൽ കേവലം 1 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ വിതരണം 6 മാസത്തോളം കുടിശ്ശികയായത് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയുണ്ടാകുവാൻ കാരണമായെന്ന് വ്യക്തമായതോടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ എല്ലാ മാസവും നൽകുമെന്നും കുടിശ്ശിക വിതരണം ചെയ്തു തീർക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശികയും സർക്കാർ ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ കുടിശ്ശിക എന്നിവ അതിവേഗം കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചത്. 2016-ൽ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ 600 രൂപയായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ 1600 രൂപയിലെത്തിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഓരോ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നുണ്ട്. അത് മുടക്കാമെന്ന ധാരണ ആർക്കും വേണ്ട. കുടിശ്ശിക തുക ഒന്നിച്ചു കൊടുത്തു തീർക്കുവാൻ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല. എന്നാൽ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഈ അറിയിപ്പോടെ ജൂൺ മാസം ഉൾപ്പെടെ ഇനി വരുന്ന എല്ലാ മാസവും 1 മാസത്തെ പെൻഷൻ തുകയെങ്കിലും വിതരണമുണ്ടാകും. കൂടാതെ സർക്കാരിന്റെ ഫണ്ട് ലഭിക്കുന്നതിന് ചില മാസങ്ങളിൽ 2 ഗഡു പെൻഷൻ നൽകി നിലവിലെ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത അറിയിപ്പ്, തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയുടെ സംക്ഷിപ്ത പുതുക്കലിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അന്തിമ വോട്ടർ പട്ടിക ജൂലൈ 1-ന് പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ്, താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ sec.kerala.gov.in എന്ന വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും. ജൂൺ 21 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ അവസരമുണ്ടാകും. 2024 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള 50 വാർഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും വോട്ടർ പട്ടികയാണ് പുതുക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. തീവ്രമഴ കണക്കിലെടുത്ത് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഞായറാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്.